ഇതാണ് മോഡല് റിയൽമി. ഇതിലെ ഡേറ്റിങ് കാര്യങ്ങളൊക്കെ പറയുന്നത് ക്യാമറ 13+2, ഫ്രണ്ട് ക്യാമറയും ബാക്ക് 13 അങ്ങനെയാണ് ക്യാമറ വന്നിട്ടുള്ളത്. പിന്നെ സൈസ് 6.2 ഡിസ്പ്ലേ, 4200 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വാറണ്ടി നമുക്കൊരു കൊല്ലത്തേക്ക് വാറണ്ടി കിട്ടുന്നുണ്ട് ഫോണിന്. പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ നോക്കിയിട്ട് പറയാം. പൊളിച്ച് നോക്കുകയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് നോക്കുകയാണ്. പാക്കിങ് ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ്. കിട്ടണില്ല എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ പാക്കിങ് പൊളിച്ചാൽ കിട്ടണില്ല എന്നുള്ള അവസ്ഥയാണ്, ഡാർക്ക് അവസ്ഥയാണ്. അതിൻ്റെ കളറും പാക്കിങ്ങും ഒക്കെ അടിപൊളിയായിട്ട് റിയൽമിയുടെ പാക്കിങ് നന്നായിട്ടുണ്ട്. എന്തോ ഭയങ്കര കൊതി കൂടുതൽ പോലെ, പൊളിക്കാൻ എന്തൊരു കൊതിയുള്ള പോലെ അങ്ങനെ പൊളിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഫോൺ കിട്ടിയിട്ടുണ്ട്. തുറന്നു നോക്കുകയാണ് നമ്മളൊക്കെ എന്തൊക്കെയുള്ള നമുക്ക് തുറന്നു നോക്കാം. എന്തോ ഭയങ്കര ടൈറ്റ് പോകാതിരിക്കാനായിട്ടാണുണ്ട്. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ അവരുടെ ഫോണിൻ്റെ കേസാണ് ആദ്യം തന്നെ കിട്ടുന്നത്. സാമാന്യം കുഴപ്പമില്ലാത്ത കേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഒരു ജെറ്റ് പിന്നുണ്ട്, പിന്നും പിന്നെ കുഴപ്പമില്ലാത്തൊരു മീഡിയം ക്വാളിറ്റി, നല്ല സാധാരണ റെഡ്മിനൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു കേസാണ്, TPK കേസാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ റിയൽമിയുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് നോക്കാം എന്തൊക്കെയാണ്. ഇതാണ് നമ്മൾ തന്നിട്ടുള്ള മോഡല് ഫോൺ. ഇതാണ് വരുന്നത്, നോച്ച് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മോഡല് ബ്ലൂ വേരിയൻ്റ്. കുറച്ചൊരു മാസീവ് ലുക്കാണ്, കാണാൻ തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഫോൺ, കാണാൻ നല്ലൊരു ലുക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കേസിലിട്ട് നോക്കുക തന്നെ TPK കേസിലിടുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റായിരിക്കും. ഓർഡിനറി സിമ്പിൾ ഫോണാണ്, ടൈറ്റാണ്. കാരണം ഇത്തിരി ടൈറ്റ് വേണം, നല്ല ഫോണ് ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഫുള്ള് ടൈറ്റാണ് ഫോണ്. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ വരുന്നത്, ഇപ്പോൾ റിയൽമി ആൻഡ്രോയിഡ് 5. പിന്നെ ഇതിൽ വരുന്നത് റിയൽമിയുടെ തന്നെ ചാർജറാണ്. ഇത് നോർമൽ വോൾട്ട് ചാർജറാണ് വരുന്നത്. ഇത് പവർ ചാർജ് സപ്ലൈ മോഡല് കാര്യങ്ങളൊക്കെ സാധാരണ 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ കേസ് USB കേബിള് C ടൈപ്പ് അല്ല, സാധാ ഓർഡിനറി ഇതാണ് വരുന്നത്. C ടൈപ്പ് അല്ല, സാധാ ചാർജർ കേബിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഡാർക്കായി. അത് തിരിച്ച് വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ഫോണ് ബൂട്ട് ചെയ്ത് നോക്കുകയാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്തു. ഇതിൽ നെയിം ചോദിച്ചിട്ടുണ്ട്, നെയിമും കാര്യങ്ങളും. കളർ വൈസ് 6 ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മളിത് ഓൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ക്യാമറ ക്വാളിറ്റി പറയുന്നത്. ഇതാണ് 13 MB ക്യാമറ ക്വാളിറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇതാണ്. ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി ഇതാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. ഓക്കെ,
ഇതിപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള വേരിയൻ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ റിയൽമി 3 ഇപ്പോൾ 3 GB വേരിയൻ്റാണ്, 32 GB സ്റ്റോറേജ് വരുന്ന മോഡലാണ്. ഇതിൻ്റെ പാച്ച് ചെക്ക് കഴിഞ്ഞിട്ടുള്ളത് 5 മെയ് 2019 പാച്ച് കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ പയ്യാണ് അപ്പോൾ ഇതിൽ വരുന്നത്. കളർ വൈസ് വേർഷൻ 0.60 ആണ്. ആൻഡ്രോയിഡ് പയ്യാണ് ഇതിൽ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.